നാളെ ധനുമാസം 1-ാം തീയതി. മലയാള മാസപ്പിറവി മാത്രമല്ല, ധനം വർദ്ധിക്കുന്ന ഒരു ശക്തമായ ദൈവീക തുടക്കം കൂടിയാണ്. പ്രത്യേകിച്ച് 9 നാളുകാർക്ക് ധനു മാസം 1-ാം തീയതി നിങ്ങൾ ഏത് വീട്ടിൽ കയറുന്നുവോ അവിടെ പണം, ഭാഗ്യം, അവസരങ്ങൾ എല്ലാം ജീവിതത്തിലേക്ക് പതിയെ വന്നുകൊണ്ടേയിരിക്കും. ഈ 9 നക്ഷത്ര ജാതകർക്ക് മഹാഭാഗ്യത്തിൻ്റെ തുടക്കമാണ്. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി, എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി ഈ നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാനുള്ള ഒരു അവസരം മുന്നിൽ തെളിയുന്ന ഒരു മാസമാണ് ധനുമാസം 1-ാം തീയതി. പ്രത്യേകിച്ച് ഈ 9 നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റമാണ്, വലിയൊരു ഭാഗ്യമാണ്, വലിയൊരു ഉയർച്ചയാണ് വന്നു ചേരാൻ പോകുന്നത്. ആ 9 നക്ഷത്ര ജാതകരിൽ ഒരാൾ നിങ്ങളാണോ? എങ്കിൽ ഈ വീഡിയോ ഒറ്റ സെക്കൻഡ് പോലും സ്കിപ്പ് ചെയ്യരുത്, കാണണം. കാരണം ഈ വീഡിയോ നിങ്ങളെക്കുറിച്ചാണ്, നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന വലിയൊരു മാറ്റത്തെക്കുറിച്ചാണ്. നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാളെ ധനുമാസം 1-ാം തീയതി. ധനു 1 മുതൽ ധനം വർദ്ധിക്കുന്ന 9 നാളുകാർ, അവർക്ക് ലഭിക്കുന്ന ഗുണഫലങ്ങളും ചെയ്യേണ്ട ലളിതമായ പരിഹാരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത്. ചില നക്ഷത്ര ജാതകരെ നമ്മൾ വീട്ടിൽ 1-ാം തീയതി കയറ്റിയാൽ ആ ഒരു മാസക്കാലം നമുക്ക് വളരെയേറെ സമ്പന്നതയിൽ കഴിയുവാനുള്ളൊരു യോഗം വന്നു ചേരും. ചില നക്ഷത്ര ജാതകരുടെ പ്രത്യേകതയാണ് അങ്ങനെ. എന്നാൽ ചില നക്ഷത്ര ജാതകരെ വീട്ടിൽ 1-ാം തീയതി കയറ്റിയാൽ ചിലപ്പോഴൊക്കെ ചില ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ വന്നു ചേരാം. അത് പ്രായമുള്ളവർക്ക് പറഞ്ഞാൽ അത് മനസ്സിലാകും. കാരണം അവർ ഒരുപാട് അനുഭവിച്ചിട്ടുള്ളവരാണ്. ശരിയാണോ അല്ലയോ? എന്നാൽ ചില നക്ഷത്ര ജാതകർക്ക് വളരെയധികം ഭാഗ്യം കൂടിയാണ്. ഈ ഒരു മാസക്കാലം ഏറ്റവും അധികം ഭാഗ്യം വന്നു ചേരുന്ന, ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്ര ജാതകരുണ്ട്. ആ നക്ഷത്ര ജാതകരെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത്. മാത്രവുമല്ല, ഈ നക്ഷത്ര ജാതകരിൽ നിന്ന് നിങ്ങൾ 1 രൂപ കൈനീട്ടം വാങ്ങുക, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്നും എന്തെങ്കിലും ഒരു തുക കൈനീട്ടം വാങ്ങുക, അവരെ 1-ാം തീയതി കയറ്റുക. അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് കാരണമാകും. നാളെ ധനുമാസം 1-ാം തീയതിയാണ്. നാളെ പ്രത്യേക പൂജയുണ്ടായിരിക്കും. ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും. നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. ധനുമാസം ഗുരുഗ്രഹവുമായി ബന്ധപ്പെട്ട മാസമാണ്. ഗുരു ജ്ഞാനത്തിൻ്റെയും ധനത്തിൻ്റെയും വളർച്ചയുടെയും അധിപനാണ്. അതുകൊണ്ട് തന്നെ ധനു 1 പുതിയ തുടക്കങ്ങൾക്ക്, ഒരു പുതിയ സാമ്പത്തിക തീരുമാനങ്ങൾക്ക്, വ്രതം, ദാനം, പ്രാർത്ഥനകൾക്ക് ഏറ്റവും ഉത്തമമായ മാസമാണ്. ഈ ഒരു മാസക്കാലം ശരിയായ മനസ്സോടുകൂടി നിങ്ങൾ ആരംഭിച്ചാൽ 1 വർഷം മുഴുവൻ ധനപ്രവാഹം മെച്ചപ്പെടും. ഇത് ജ്യോതിഷപരമായിട്ടുള്ള കാര്യമാണ്, ജ്യോതിഷപരമായിട്ടുള്ള വിശ്വാസമാണ്. ധനു 1 മുതൽ ധനം വർദ്ധിക്കുന്ന, ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന, ഭാഗ്യത്തിനുമേൽ ഭാഗ്യമുള്ള ആ നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം. അതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറഞ്ഞാൽ അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്ര ജാതകരെ ധനു 1-ാം തീയതിയിൽ ഏത് വീട്ടിൽ 1-ാം തീയതി കയറ്റുന്നുവോ അവിടെ ധനത്തിന് ഒരു ബുദ്ധിമുട്ടും വരില്ല. അശ്വതി നാളുകാർക്ക് ധനു 1 മുതൽ പുതിയ വരുമാന സ്രോതസ്സുകൾ തുറക്കുന്ന സമയമാണ്. അതുകൊണ്ട് അശ്വതി നക്ഷത്ര ജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ അവരുടെ കയ്യിൽ നിന്നും 1 രൂപയെങ്കിലും കൈനീട്ടം വാങ്ങുക. അതുപോലെ തന്നെ അവർ നിങ്ങൾക്ക് പരിചയക്കാരായിട്ടുണ്ടെങ്കിൽ ഈ അശ്വതി നക്ഷത്ര ജാതകരെ വീട്ടിൽ 1-ാം തീയതി കയറ്റുക. ചില സ്ഥാപനത്തിലൊക്കെ കണ്ടിട്ടില്ലേ, ചില നക്ഷത്ര ജാതകർ ചെന്നാൽ അതുവരെ ഒരു തിരക്കും ഉണ്ടാകില്ല, ആ കടയിൽ കച്ചവടമേ കാണില്ല. പക്ഷേ ഇവർ ചെന്ന് കയറുന്ന പാടെ ആ കടയിൽ ധനം വന്നു നിറയുന്നതായി കാണുവാൻ സാധിക്കും. ഈ ധനം വന്നു നിറയുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആൾക്കാർ, കസ്റ്റമേഴ്സ് ഒരുപാട് വന്നു ചേരുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അതിലൊരു ഏറ്റവും ഗുണമേന്മയുള്ള, അല്ലെങ്കിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു നക്ഷത്രം അശ്വതി തന്നെയാണ്. ദൈവികത കൂടുതലുള്ള നക്ഷത്രമാണ്. അതുകൊണ്ട് അശ്വതി നക്ഷത്ര ജാതകരെ 1-ാം തീയതി കയറ്റുക, അവരെ കൈനീട്ടം വാങ്ങുക. അവരിൽ നിന്ന് കൈനീട്ടമൊക്കെ വാങ്ങിയാൽ ഒരുപാട് ധനം വന്നു ചേരും. അതുപോലെ തന്നെ അശ്വതി നക്ഷത്ര ജാതകർക്ക് പുതിയൊരു ജോബ് ഓപ്പർച്യൂണിറ്റിയൊക്കെ വന്നു ചേരുന്ന സമയമാണ്. സൈഡ് ഇൻകം വന്നു ചേരുന്ന സമയമാണ്. ഒരുപാട് ധനം വന്നു ചേരുന്ന സമയമാണ്. ധനുമാസം 1-ാം തീയതി രാവിലെ
നിങ്ങളുടെ പൂജാമുറിയിൽ കയറി ഒരു ദീപം കത്തിച്ച് പ്രാർത്ഥിക്കുക അശ്വതി നക്ഷത്ര ജാതകർ. അത് തീർച്ചയായും വലിയ ഗുണാനുഭവങ്ങൾക്ക് കാരണമാകും. ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ മാറി ഇവർക്ക് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയൊക്കെ വന്നു ചേരാൻ കാരണമാകും. ഏതായാലും അശ്വതി നാളുകാരുടെ ഏറ്റവും നല്ല ദിനങ്ങളാണ്. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും എല്ലാ പ്രശ്നങ്ങളും മാറി അശ്വതി നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ, ഒരുപാട് ഉയർച്ചയിലെത്താൻ, ഭാഗ്യത്തിന് മേൽ ഭാഗ്യത്തിലേക്ക് എത്തുവാൻ കഴിയുന്ന സമയമാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ്. ഭരണി നാളുകാർ ഇതുവരെ അനുഭവിച്ച എല്ലാ ദുരിത ദുഃഖങ്ങളും മാറുന്നു. അപ്പോൾ അവരെ കയ്യിൽ നിന്നും കൈനീട്ടം വാങ്ങാം, അവരെ 1-ാം തീയതി കയറ്റാം. ഭരണി നക്ഷത്ര ജാതകരെ 1-ാം തീയതി കയറ്റുകയാണെങ്കിൽ സാമ്പത്തികമായിട്ട് വളരെയേറെ ഉയർച്ച വന്നു ചേരും. സാമ്പത്തിക സമ്മർദ്ദം കുറയാൻ തുടങ്ങും. കടബാധ്യതയിൽ ഒരു കുറവ് വന്നു ചേരും. സ്ഥിരമായ ഒരു വരുമാനം വരും. കുടുംബത്തിൽ ധനസൗഖ്യം വരും. അങ്ങനെ ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയുമൊക്കെ ഭരണി നക്ഷത്ര ജാതകരെ 1-ാം തീയതി കയറ്റുക വഴി സംഭവിക്കും. അവരുടെ ജീവിതത്തിൽ വലിയ ഭാഗ്യവുമാണ്, ഭാഗ്യ നേട്ടവുമാണ്. നിങ്ങളൊരു ശിവഭക്തനാണ് എങ്കിൽ, ഈ ഭരണി നക്ഷത്ര ജാതകർ ഒരു ശിവഭക്തനാണ് എങ്കിൽ ഓം നമഃ ശിവായ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കുക. ഈശ്വരാനുഗ്രഹം ധാരാളം വന്നു ചേരും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രമാണ്. രോഹിണി നാളുകാരെ സംബന്ധിച്ച് ഈ ധനുമാസം മുഴുക്കെ ധാരാളം പണം വന്നു ചേരുന്ന സമയമാണ്. പ്രോപ്പർട്ടിയൊക്കെ വാങ്ങാൻ സാധിക്കും, ഗോൾഡൊക്കെ വാങ്ങാൻ സാധിക്കും, ബിസിനസ്സിലൊക്കെ നല്ല ഗ്രോത്ത് ഉണ്ടാകുന്ന സമയമാണ്. അങ്ങനെ എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരുന്ന സമയം. ഓം നമോ നാരായണ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കണേ രോഹിണി നക്ഷത്ര ജാതകർ. അത്രയധികം നല്ല സമയത്തിലേക്കാണ് എത്തുന്നത്. വിഷ്ണുവിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും. വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക, വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക. ഏറ്റവും നല്ല സമയമാണ് രോഹിണി നക്ഷത്ര ജാതകർക്ക്. അടുത്ത നക്ഷത്രം എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരുന്ന, ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അകന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്ന, ഭാഗ്യത്തിനു മേൽ ഭാഗ്യം വന്നു ചേരുന്ന നക്ഷത്രമാണ് മകയിരം നക്ഷത്രം. മകയിരം നാളുകാർ 1-ാം തീയതി കയറിയാൽ ആ വീട്ടിൽ സർവ്വസൗഭാഗ്യമാണ്. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും എല്ലാ പ്രശ്നങ്ങളും മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരും. മകയിരം നാളുകാർക്ക് പഴയ നഷ്ടങ്ങളൊക്കെ മാറി ഒരുപാട് ഉയർച്ച, ഒരുപാട് ഭാഗ്യം ഒക്കെ വന്നു ചേരുന്ന സമയമാണ്. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയുന്നു. ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ കഴിയുന്നു. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് മകയിരം നാളുകാർ എത്തിയിരിക്കുന്നത്. ഒരു വലിയ തുക റിട്ടേൺ കിട്ടുന്ന സമയം, ഈ സാലറിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സാലറിയൊക്കെ കിട്ടുന്ന സമയം, നല്ല നല്ല ബെനിഫിറ്റുകൾ കിട്ടുന്ന സമയം, ഫാമിലിയിൽ നിന്ന് നല്ല സപ്പോർട്ട് ലഭിക്കുന്ന സമയം, അങ്ങനെ ഒരുപാട് ഭാഗ്യവും ഒരുപാട് ഉയർച്ചയും വന്നു ചേരുന്ന സമയമാണ്. സൂര്യ നമസ്കാരം ചെയ്യുക, പ്രാർത്ഥിക്കുക, വിഷ്ണുവിനെ പ്രാർത്ഥിക്കുക. അതുപോലെ നിങ്ങളൊരു ശിവഭക്തനാണ് എങ്കിൽ, മകയിരം നക്ഷത്ര ജാതകർ ശിവഭക്തനാണ് എങ്കിൽ ഓം നമഃ ശിവായ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കണേ. അടുത്ത നക്ഷത്രം പുണർതമാണ്. പുണർതം നാളുകാരെ സംബന്ധിച്ച് ധനു 1 മുതൽ വലിയ ആഗ്രഹങ്ങളൊക്കെ സഫലമാകാൻ തുടങ്ങുന്ന സമയമാണ്. അതുകൊണ്ട് ഈ നക്ഷത്ര ജാതകരെ 1-ാം തീയതി കയറ്റിയാൽ നല്ല ഒരു അഭിവൃദ്ധി നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും എല്ലാ പ്രശ്നങ്ങളും മാറി ഇവർക്ക് രക്ഷപ്പെടാൻ, വലിയ ഉയർച്ചയിലെത്താൻ, ഭാഗ്യത്തിലേക്കെത്താൻ പുണർതം നക്ഷത്ര ജാതകർക്ക് സാധ്യമാകുന്ന സമയമാണ്. തിങ്കളാഴ്ച ദിവസം ശിവക്ഷേത്രത്തിലേക്ക് ദർശനം നടത്തുക. പുണർതം നക്ഷത്ര ജാതകർ അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് പുണർതം നക്ഷത്ര ജാതകർ എത്തുന്നത്. അടുത്ത നക്ഷത്രം പൂയമാണ്. പൂയം നാളുകാർക്ക് ഗുരുവിൻ്റെ, അതായത് വ്യാഴത്തിൻ്റെ അനുഗ്രഹം ധാരാളം വന്നു ചേരുന്ന ഒരു മാസം തന്നെയാണ്. പണം വർദ്ധിക്കും, വീട്ടിൽ സന്തോഷമുണ്ടാകും, നല്ല വാർത്തകൾ കേൾക്കും. ഓം നമഃ ശിവായ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കണേ പൂയം നക്ഷത്ര ജാതകർ. വ്യാഴാഴ്ച ഗുരുദേവനെ പ്രാർത്ഥിക്കുക. തീർച്ചയായും വലിയ സൗഭാഗ്യം, വലിയ നേട്ടം, വലിയ ഉയർച്ച വന്നു ചേരുന്ന സമയമാണ്. 7-ാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നാളുകാർക്ക് ഒരുപാട് പണം അധികമായി വന്നു ചേരുന്ന സമയമാണ്. ലക്ഷങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. ഒരുപാട് നേട്ടവും ഭാഗ്യവും ഒക്കെ വന്നു ചേരുന്ന സമയമാണ്. നിങ്ങളുടെ സ്കില്ല് വെച്ചൊരു ഇൻകം വന്നു ചേരുന്ന സമയമാണ്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നേടിയെടുക്കാൻ കഴിയുന്നു. ഫിനാൻഷ്യൽ ബൂസ്റ്റ് ആവുന്ന സമയമാണ്. എല്ലാ രീതിയിലും ഉയർച്ചയാണ്. വെള്ളിയാഴ്ച ദിവസം മധുരമൊക്കെ ദാനം ചെയ്യുക. അതൊക്കെ വലിയ ഉയർച്ചയ്ക്ക് കാരണമാകും. ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് വന്നു ചേരുന്നത്. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങളെക്കുറിച്ച് അറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. 2026 വർഷഫലമൊക്കെ ആവശ്യമുള്ളവർ വാട്സാപ്പിൽ ബന്ധപ്പെടുക. തീർച്ചയായിട്ടും അയച്ചു തരും. അടുത്ത നക്ഷത്രം വിശാഖം നാളുകാരാണ്. വിശാഖം നാളുകാരെ 1-ാം തീയതി കയറ്റുക.
നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും മാറും. വിശാഖം അത്രയധികം ഭാഗ്യത്തിലേക്ക് എത്തിയിരിക്കുന്ന സമയമാണ്, രാജയോഗത്തിലേക്ക് എത്തിയിരിക്കുന്ന സമയമാണ്. വിശാഖം നാളുകാർക്ക് തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു മാസമാണ്. ബിസിനസ്സിലൊക്കെ വലിയ ഗ്രോത്ത് ഉണ്ടാകുന്ന സമയമാണ്. ജോലി ചെയ്യുന്നവർക്ക് ഒരു പ്രൊമോഷന് ചാൻസ് ഉള്ള സമയമാണ്. ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് നല്ല ബെനിഫിറ്റ് നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ്. ചൊവ്വാഴ്ച ദിവസം ഹനുമാൻ നാമജപം ചെയ്യുക. അതൊക്കെ ജീവിതത്തിൽ വലിയ ഉയർച്ചയ്ക്കും ഭാഗ്യത്തിനും നേട്ടത്തിനും ഒക്കെ കാരണമാകും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അനിഴം നക്ഷത്രമാണ്. അനിഴം നാളുകാർക്ക് ധനു 1 മുതൽ വളരെയേറെ നല്ല സമയമാണ്. അതുകൊണ്ട് ധനുമാസം 1-ാം തീയതി ഇവർ 1-ാം തീയതി ഏറ്റുക. ഇവർ അനിഴം നക്ഷത്ര ജാതകർ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഒരു ചെറിയ തുക കൈനീട്ടമൊക്കെ വാങ്ങുന്നതും അവർക്ക് കൊടുക്കുന്നതും ഒക്കെ നന്നായിരിക്കും. ഏതായാലും വലിയ ഭാഗ്യത്തിലേക്കും വലിയ ഉയർച്ചയിലേക്കുമാണ് എത്തുന്നത്. ധനു 1 നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം മുതിർന്നവർക്ക് കൈനീട്ടം കൊടുക്കുക. രാവിലെ ശുദ്ധമായി കുളിക്കുക. വീട്ടിലൊരു ദീപം തെളിയിക്കുക. മനസ്സിൽ പറയുക, ഈ മാസം മുതൽ എൻ്റെ ധനസ്ഥിതി മെച്ചപ്പെടട്ടെ എന്ന് പറയുക. അപ്പോൾ ഈ കമൻറ്റ് ബോക്സിൽ നിങ്ങളൊന്ന് കുറിച്ചേക്കുക, ഈ മാസം മുതൽ എൻ്റെ ധനസ്ഥിതി മെച്ചപ്പെടട്ടെ. തീർച്ചയായും നിങ്ങൾക്ക് ധനസ്ഥിതി മെച്ചപ്പെടും. ഈ ലളിതമായ ശീലങ്ങൾ ധനുമാസത്തെ പൂർണ്ണമായി നിങ്ങൾക്ക് ഗുണകരമുണ്ടാക്കുന്ന കാര്യങ്ങളായെന്ന്. ഇവയാണ് ധനു 1 കയറിയാൽ ധനം വർദ്ധിക്കുന്ന 9 നാളുകാർ. നിങ്ങളുടെ നാളിതിലുണ്ടെങ്കിൽ ധനം വർദ്ധിക്കട്ടെ എന്ന് കമൻറ്റ് ചെയ്യുക. തീർച്ചയായും ധനം വർദ്ധിക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ധനുമാസത്തിൻ്റെ ദൈവിക അനുഗ്രഹം നിങ്ങളുടെ വീട്ടിൽ നിറയട്ടെ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ദേവം